വർണ്ണവിസ്മയങ്ങൾ ശാസ്തമംഗലത്ത്. 100-ൽ പരം വർണ്ണവിസ്മയം തീർക്കുന്ന പടക്കങ്ങൾ, ആകാശം മുഴുവൻ വർണ്ണം വിരിയിക്കുന്ന അതുല്യ വെറൈറ്റികൾ. ഭീമൻ പടക്കക്കട ഇപ്പോൾ ശാസ്തമംഗലത്ത് തുറന്നിരിക്കുന്നു. ചെറിയ ഇവന്റ് മുതൽ മെഗാ ഷോകൾ വരെയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും അനുയോജ്യമായ പടക്കങ്ങൾ ഇവിടെ ലഭ്യമാണ്. വിഷ്ണുറാമിന്റെ ഉടമസ്ഥതയിലുള്ള ഭീമൻ പടക്കക്കടയുടെ ഉദ്ഘാടനം മുൻമന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ആകർഷകമായ കിഴിവുകളും ലഭ്യമാണ്. ആഘോഷങ്ങളുടെ നിറം കൂട്ടാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഭീമൻ പടക്കക്കട ശാസ്തമംഗലം. ഭീമൻ പടക്കക്കടയുടെ ഈ ദീപാവലിയോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങിൽ എല്ലാ വർഷവും കഴിഞ്ഞ 2010 മുതൽ പങ്കെടുക്കുന്ന ഒരാളാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പടക്കക്കട എന്ന് പറയുമ്പോൾ നമ്മുടെ ദീപാവലി ആഘോഷങ്ങൾക്കോടനുബന്ധിച്ച് ആണ് എല്ലാ വർഷവും ഇവിടെ തുടങ്ങുന്നത്. നമുക്കറിയാം, ദീപാവലി എന്ന് പറയുന്നത് ദീപങ്ങളുടെ ഒരു ആഘോഷം എന്നതിലുപരിയായി ഒരു വലിയ നല്ല ഒരു സങ്കല്പത്തിൻ്റെ ഒരു ഉത്സവമാണ് ദീപാവലി. എല്ലാ വർഷവും ഈ ഭീമൻ പടക്കക്കട അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ ആഘോഷ പരിപാടികളിൽ എല്ലാവരോടും ഞാനും പങ്കുചേർന്നു. എല്ലാവർക്കും ദീപാവലി ആശംസിക്കുന്നു. ഒരുപാട് വെറൈറ്റിയിൽ ഐറ്റം കണ്ടിട്ടുണ്ട്. ഒരുപാട് ഐറ്റം. ജനങ്ങളൊക്കെ ഭയങ്കര തിരക്കാണ്. വന്നും പോയി നിൽക്കുകയാണ്. സാധനം കൊടുക്കാൻ സമയം കിട്ടുന്നില്ല. അത്രയും ക്യൂ ആണ്. ഞാൻ 10-12 വർഷമായി സാറിൻ്റെ കൂടെ കൂടിയിട്ട്. വെറൈറ്റി വന്നിട്ടുണ്ട്. ഇനി വരാനുമുണ്ട്. വന്നുകൊണ്ടിരിക്കുകയാണ്. മൾട്ടി കളറാണ്. കട്ടുമ്പം പല ഐറ്റം കളറാണ്. നല്ല സമയമെടുക്കും. കത്തിക്കൊണ്ടിരിക്കും. സാധകം പ്ലാസ്റ്റിക് ഇടാൻ തിരിഞ്ഞും മറിഞ്ഞും കറങ്ങും. തിരിഞ്ഞും മറിഞ്ഞും കറങ്ങുന്നുണ്ട്. ഈ പാങ്ങി ഗ്യാരണ്ടിയാണ്. ഇത് വലിയ 2 മണിക്കൂർ നിൽക്കും. തിരുപ്പതി നെറ്റാണ്. ഇത് ചട്ടിപ്പൂക്കുട്ടിന്ന് പറയും. ഇപ്പോഴത്തെ പുതിയ ഐറ്റമാണ്. ഇത് വേറെ പുതിയ ഐറ്റമാണ്. ഈ കൊച്ചുപിള്ളേരൊക്കെ ധൈര്യമായിട്ട് കത്തിക്കാം. ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിക്കുക. ഈ കൊച്ചു പിള്ളേർക്കൊക്കെ പേടിക്കണ്ട. പടക്കാണ്. ഇങ്ങനെ പൊട്ടിച്ചാൽ മതി. പൊടിക്കണോ? പൊടിക്കട്ടെ. ഈ കൊച്ചുപിള്ളേരൊക്കെ സാധനമാണ്. പേടിക്കണ്ട. പേടിക്കാതെ ഇവിടെ കത്തിക്കുക. ഇങ്ങനെ പിടിച്ചു കൊടുക്കാൻ. പേടിക്കാനുമില്ല. നല്ല വെറൈറ്റി ഐറ്റമാണ്. വെറൈറ്റി ഐറ്റമാണ്. വാട്ടർമെലൺ. ഇതാണ് ഐസ്ക്രീം. കൊച്ചു പിള്ളേരൊക്കെ ഐസ്ക്രീം ഇങ്ങനെ കത്തിച്ചാൽ മതി. ഐസ്ക്രീം പോലെ നല്ല ഭയങ്കരമായിട്ട്. ഇത് ചോക്ലേറ്റ്.
ഇത് ഓറഞ്ച്, ആ തേങ്ങയുടെ അതേ കളർ തേങ്ങ. യെല്ലോ, ചോക്ലേറ്റ്, മുയൽ, ബിസ്, ബിഗോക്ക് എടുത്തിട്ടുണ്ടോ? ബിഗോക്ക് ഇത് അടിപൊളി പിള്ളേരൊക്കെയാണ്. ഈ മയിലിൻ്റെ സാധനം വലുതുണ്ട് ചെറുതുണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം തീർത്ഥം തളിക്കുന്നതിന് ശേഷം മഴ തളിച്ചുകൊണ്ടാണ്. ഇപ്പൊ കണ്ടില്ലേ, ഒരു മഴയൊന്നുമില്ല. കറക്റ്റ് ആ ഉദ്ഘാടന സമയമായപ്പോൾ കറക്റ്റ് തീർത്ഥം തളിക്കുന്ന ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും ഇപ്രാവശ്യം ഉണ്ട്. തീർച്ചയായിട്ടും മഴയാണെങ്കിൽ കൂടി കടയിൽ ഇപ്പം നല്ല തിരക്ക് ഇപ്പം അനുഭവപ്പെടുന്നുണ്ട്. അപ്പം കാരണം കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടി ഒരുപാട് വെറൈറ്റികൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും എല്ലാ കൊല്ലവും നമ്മളെ കൂടെ എന്താ പറയുക, ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം കാണാൻ പറ്റും. ഇതൊരു നമ്മളൊരു പടക്ക് കട എന്നതിലുപരി നമ്മുടെ ശിവകുമാർ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മളെ ഈ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ കൊണ്ടുവരുന്ന ഒരു സംഭവം. അപ്പൊ അതിനോട് ഈ വർഷത്തിൽ ഒരിക്കൽ ഈ ശാസ്തമംഗലം ഇവിടുത്തെ മുൻ കൗൺസിലറും പിന്നെ ഇവരെല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ, അപ്പൊ അവർക്ക് ചോദിച്ചു ഞാൻ ബാക്കി കാര്യങ്ങൾ പറയും. കാരണം ഒരു വർഷം ഈ ശാസ്തമംഗലം ഞാനങ്ങ് ഉത്സവമൊക്കെയാണ്. കാരണം ഒരിക്കലും പൈസ എന്നൊരു എയിമിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ ജനങ്ങളോട് ഈ നാട്ടിൽ ഇപ്പം ഞാൻ വളർന്നത് ശാസ്തമംഗലത്തിൽ നിന്നാണ്. അപ്പോൾ 10-20 വർഷത്തിന് ഉള്ളിലോട്ടായി ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ എന്നെ ഒരു സപ്പോർട്ട് തന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിഗംഭീരമായാണ് ഈ പരിപാടി ഇതുവരെ ഇവിടെയുള്ള എല്ലാ എന്താ പറയുക ലൈറ്റുകളായാലും പ്രോഗ്രാംസ് ആയാലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശിവകുമാർ അദ്ദേഹം നമ്മുടെ മിനിസ്റ്ററായിരിക്കുന്ന കാലം തൊട്ട് നമ്മുടെ ഈ കട ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പം അതിനും ഒരു ഐശ്വര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത്രയും കൊല്ലമായിട്ടും അദ്ദേഹവും നമ്മളെ കൂടെ സഹകരിച്ച് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ സഹകരിക്കണമെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക ഒരു പെരുമാറ്റമായിരിക്കണം. അതിപ്പം അദ്ദേഹത്തിൻ്റെതായാലും ഈ കടയിൽ വരുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തായാലും നമ്മൾ ഒരേപോലെയാണ്. പിന്നെ കുഞ്ഞുകാരി ഒരുപാട് വെറൈറ്റികൾ, അതായത് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഫുള്ള് നടക്കുകയാണ്. ഒരു വെറൈറ്റികൾ മാത്രം എടുക്കാം. നിങ്ങൾ കടയിൽ കണ്ടറിയാം ഒരുപാട് വെറൈറ്റികൾ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ ഒരു ചെറിയൊരു സാധനം ഞാൻ പറഞ്ഞേക്കാം. നമ്മളെ കൈ കിട്ടുന്ന ഒരു നൂല് വലിച്ചാൽ പടക്ക് കേൾക്കും. അത് ട്രിവാൻഡ്രത്ത് ഇപ്പം നമ്മളുടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വെറൈറ്റികൾ വരുന്നത്. എന്താ തീർച്ചയായിട്ടും നിങ്ങളൊന്നും മിസ് ചെയ്യില്ല. തീർച്ചയായിട്ടും കടയിൽ വരണം, കാണണം. ഞാൻ എല്ലാവരും പറയുന്നത് ഈ ഭീമൻ പടക്ക് കട എന്ന് പറയുമ്പോൾ ഇത് ഭീമൻ രഘുവിന്റെ കടയാണോ എന്നാണ് ചോദിക്കുന്നത്. പുള്ളിയാണോ എന്ന് പറഞ്ഞാൽ അല്ല. ഭീമൻ രഘു ചേട്ടൻ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. നമ്മൾ ഒരുമിച്ച്, ഞാനും അദ്ദേഹവും ആർട്ടിസ്റ്റാണ്. നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ലൊരു സുഹൃത്ത് ബന്ധം കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരുമിച്ച് വന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോസ് എൻ്റെ വൈഫാണ് കണ്ടത്. ആ സമയം 2 ഭീമന്മാർ നിൽക്കുന്നു. അപ്പോൾ ഭീമൻ പടക്കട എന്നൊരു പേരിടാം, അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട ഒരു പേരാണ്. ഇല്ലാതെ ഭീമൻ രഘു നമ്മുടെ കൂടെ ഈ ഒരു ഫോട്ടോയിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മലകരുടെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലുള്ള പാർട്ട്ണർഷിപ്പോ ഒരു ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കടയില്ല. ഇതിൻ്റെ പരിപൂർണ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാനാണ് ചെയ്യുന്നത്. ഭീമൻ പടക്കുകട എന്ന് പറയുന്നത് നമുക്കറിയാം 2010-ലാണ് ആരംഭിച്ചത്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം അതിന്ന് വളർന്ന് പന്തലിച്ചൊരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സിറ്റിയുടെ തന്നെ പല ഭാഗത്തും ഉള്ള ആളുകൾ ഭീമൻ പടക്കുകട എവിടെയാണ് എന്ന് അന്വേഷിച്ച് ഇവിടെ വന്ന് പടക്കം മേടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനൊരു ഉദാഹരണം പറയണമെങ്കിൽ, നിങ്ങളൊക്കെ ഷർട്ട് ഉപയോഗിക്കുന്നവരാണ്. CD ഷർട്ടാണ് ഏറ്റവും ഫേമസ്. അവരുടെ പരസ്യം തന്നെ CDക്ക് ഒരു കടയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഭീമൻ പടക്കുകട ഒറ്റ കടയേ ഉള്ളൂ. CD ഷർട്ടിൻ്റെ കട പോലെ ഒറ്റ കടയേ ഉള്ളൂ. അത് സിറ്റിയിലുള്ള മുഴുവൻ ആളുകളും അന്വേഷിച്ച് പിടിച്ച് ശാസ്തമംഗലത്ത് വന്നാണ് പടക്കം വാങ്ങുന്നത്. ശാസ്തമംഗലത്ത് 2010 ഞാൻ കൗൺസിലറായിരുന്നപ്പോൾ ഇതിൻ്റെ തുടക്കം. പക്ഷേ അന്ന് ചെറുതായിട്ടൊന്ന് മോഹൻചേട്ടൻ പറഞ്ഞു, അന്നും ഇതുപോലെ തന്നെ ഗംഭീരമായിട്ടാണ് നടത്തിയിരുന്നത്. എന്ന് വെച്ചാൽ ചെണ്ടമേളവും ബഹളവും വേണ്ട ആളുകൾക്കൊരു ഇമ്പം വരത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 2025 പക്ഷെ ഇനിയും മുകളിലോട്ട് പോകട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ വെറൈറ്റി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് ഈ നൂൽ പൊട്ടാസ്, പിന്നെ ബീഡി പടക്കം എന്നൊരു സാധനമുണ്ട്. ബീഡി പടക്കം എന്ന് പറഞ്ഞാൽ പഴയ നമ്മളെ ബിജിലി അല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ തിരി ഇല്ലാത്ത ഒരു ചെറിയ സാധനമാണ്. അത് നമ്മൾ വളരെ സ്ലോലി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പൊട്ടുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര. ഇപ്പം ഞാനത് എൻ്റെ ഒരു ചെറിയ പരസ്യങ്ങൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് പോയി തുടങ്ങിയപ്പോൾ തന്നെ നല്ല റീച്ച് ഉണ്ടാവും. ഈ നൂൽപ്പടക്കത്തിന്റെ സാധനം ഞാൻ ഇന്ന് ഉദ്ഘാടന സമയത്തിന് ഒരു ഏകദേശം മണിക്കൂർ മുമ്പാണ് ഇട്ടത്. ഇപ്പൊ തന്നെ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ചോദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, നൂൽപ്പടക്കം ഉണ്ടോ. അപ്പം ഞാൻ പറയാം, ആ നൂൽപ്പടക്കം തന്നെ എടുക്കാൻ വേണ്ടി അത്രയും പാടുപെട്ടിട്ടാണ് അത് ചെയ്തത്. കാരണം ആ ഒരു നൂൽപ്പടക്കം വെച്ച് എന്ത് കിട്ടാൻ 30 രൂപയേ ഉള്ളൂ.
ഈ നൂൽപ്പടക്കൊന്നും ആൾക്കാർ ചോദിക്കും 300 രൂപ, ഇല്ലില്ല, വെറും 30 രൂപ 20 രൂപയുള്ള ചെറിയ പാക്കറ്റുകളാണ് അതെല്ലാം. പക്ഷെ എന്നാലും അതൊരു വെറൈറ്റിയാണ്. കാരണം 1.5 മാസമായിട്ട് ഞാൻ പറഞ്ഞ പോലെ 1.5 മാസമായിട്ട് ഞാൻ ഇതിന്റെ ബാക്കിൽ നിന്നുള്ള ഇതാണ്. ഇല്ലാതെ നമ്മളൊരു പടക്ക് കട കുറെ കമ്പിത്തിരിയും പൂക്കുറ്റിയും മാറ്റി വെച്ച് ആൾക്കാർ വരും, അതിന് ആ ഒരു അമിത ലാഭത്തിന് വിറ്റ് അങ്ങനെ ഒരു സംഭവമേ അല്ല. ഇവിടെ വരുന്ന സമയത്ത് ഹെലികോപ്റ്റർ, ഗത, പിന്നെ എന്താ പറയുക, പൂക്കുറ്റി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തറച്ചക്രങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കാഡ്ബറീസ് മുട്ടായി, ആ കാഡ്ബറീസിന്റെ മുട്ടായി കവർ ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഗിഫ്റ്റ് ബോക്സ് പോലെ ഇരിക്കും. അപ്പൊ അത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പബ്ലിസിറ്റി ആയി. പക്ഷെ ആ ഒരു സാധനം പോലും നമ്മളെ കടയിൽ വന്നിട്ട് മറ്റേ സാധനം ഇല്ലേ, ആ സാധനം ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, ഇത്രയും ഉണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും വർഷം എനിക്ക് വന്നിട്ടില്ല. വരുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വെറൈറ്റി വാങ്ങിക്കണമെങ്കിൽ ശാസ്തമംഗലത്ത് തന്നെ എത്തണം. കാരണം ഈ നമ്മൾ പരസ്യം കൊടുക്കുന്ന ഇപ്പൊ 1 രൂപയ്ക്ക് പടക്ക് കിട്ടും, 50 പൈസയ്ക്ക് പടക്ക് കിട്ടും എന്ന് പരസ്യത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം. അപ്പൊ ഞാൻ അത് അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ സപ്പോർട്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞത് ആ സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഈ വെളിയിൽ തന്നെ നമ്മളൊരു 2-3 വോളണ്ടിയേഴ്സിനെ അത് അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ് ബോക്സിന് പ്രത്യേക ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ട എന്ത് തോന്നുന്നു നിങ്ങൾ? ഇതൊരു മുട്ടായിയുടെ പേക്കല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നു? ഇത് യഥാർത്ഥം എന്താ പറയുക, ഇതിലൊരു തിരി കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൂക്കുറ്റി പോലെ വന്നിട്ട് ഇതിൽ നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് തറച്ചക്കരങ്ങൾ ഇങ്ങനെ പൂ പോലെ അങ്ങ് പോകും. അതൊരു വെറൈറ്റി. ഇതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒരു സാമ്പിൾ മാത്രമാണ്, വെറൈറ്റിയാണ്. അപ്പോൾ ആ നൂൽപ്പടക്കം പറഞ്ഞ കരുതേ, ഇതിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്കിന്റെ കാര്യം പറഞ്ഞു, ആ തിരക്കിന്റെ കാര്യം പറഞ്ഞതിൽ ഈ നമ്മളെ ഗിഫ്റ്റ് ബോക്സിന് അത് 400 രൂപ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതാണ് ഈ പറഞ്ഞ സാധനം. ഞാൻ കാണിച്ചത് ഈ നൂൽപ്പടക്ക് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഈ സാധനം വേറെ ഒന്നുമില്ല, ഇതിങ്ങനെ പിടിച്ച് ഇതുവരെ ഞാൻ പോയി തപ്പി പിടിച്ച എണ്ണി. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് അത് ഈ പറഞ്ഞ പോലെ കൗണ്ടറുകൾ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഗിഫ്റ്റ് ബോക്സിനായിട്ട് പ്രത്യേകം ഗിഫ്റ്റ് ബോക്സ്, ആ ചെറിയ ഗിഫ്റ്റ് ബോക്സ് കിടത്തെ, ആ ഗിഫ്റ്റ് ബോക്സ് ഒരെണ്ണം കിടത്തെ തുറന്നു വെച്ച് ബോക്സ് കിടത്തെ, ആ തുറന്ന ബോക്സ് കിടത്തെ ആ പാക്ക് ചെയ്തതാ. ചെറിയൊരു ബോക്സാണ്, അത്യാവശ്യം ഒരു വീട്ടുകാർക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന സ്നേക്കിൻ്റെ ഇത്. കമ്പിത്തിരി 1, 2, 3, 4, 5, ഗ്രീൻ കമ്പിത്തിരി 2, അതിൻ്റെ ചാട്ട, ചെറിയ പാക്കറ്റ് ഒരു പൂക്കുറ്റി, ഇത് എല്ലാ ഐറ്റം ഇതെല്ലാം സാധാരണ 300-400 രൂപയേ ഉള്ളൂ. കാരണം സാധാരണക്കാരും ദീപാവലി ആഘോഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എല്ലാവരും വന്ന് 1000-2000 രൂപയ്ക്ക് വാങ്ങിക്കത്തില്ല, സാധാരണക്കാരുടെ വീട്ടിൽ ഇത് കത്തിക്കണം. ഇതിനോട് ക്ഷമ ചോദിക്കണം, കാരണം ഡെലിവറി ചെയ്യാനുള്ള ഒരു ടൈം ഭീമൻ പടക്ക് കിട്ടത്തില്ല. ഞാൻ നെക്സ്റ്റ് ടൈം എന്തായാലും, ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് സത്യം. ഇപ്പൊ തന്നെ എൻ്റെ ഈ അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങൾ പോയപ്പോൾ ഒരുപാട് നമ്മുടെ ഈ നിയർലി ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഒരുപാട് പേര് ഈ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി. ഇപ്പൊ എനിക്കത് പറയുമ്പം ഇല്ല എന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളിപ്പം തന്നെ ഇവിടെ ഏകദേശം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, എല്ലാം നമ്മുടെ സ്റ്റാഫുകളായിട്ട് നിൽക്കുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അനിയന്മാരെല്ലാം ഒരേ. കാരണം ചില കടയിൽ ചെല്ലുമ്പം ആരാണ് മുതലാളി, ആരാണ് തൊഴിലാളി, ആരാണ് സാധനം വാങ്ങിക്കണമെന്ന് അറിയത്തില്ല. ഇതെല്ലാവർക്കും വിത്ത് യൂണിഫോമിലാണ് നിർത്തിക്കുന്നത്. ഒരു വരുന്ന കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അത് വിത്ത് എല്ലാം, അതായത് ഒരു കട നടത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ പിന്നെ ലേഡീസ് പ്രത്യേകം കൗണ്ടർ, അത് വിൽക്കാൻ വേണ്ടി പ്രത്യേകം ലേഡീസ് സ്റ്റാഫിനെ തന്നെ ആക്കിയിട്ടുണ്ട്. ചിലവർക്ക് ലേഡീസിന് ആണുങ്ങളോട് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, ലേഡീസ് സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് ബോക്സിന് കൗണ്ടറുണ്ട്. പിന്നെ കമ്പങ്ങൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള, അതായത് 1 ഷോട്ട് തൊട്ട് 510 ഷോട്ട് വരെയുള്ള സാധനമുണ്ട്. അതായത് ചില കടയിൽ ചെന്ന് 30 ഷോട്ട് എന്ത് വിലയും ചോദിക്കുമ്പോൾ 600 രൂപ എന്ന് പറയും. പക്ഷെ 600 രൂപയുടെ ക്വാളിറ്റി കാണും. 400 രൂപയ്ക്കുള്ള 30 ഷോട്ടും ഉണ്ട്, 30 ഷോട്ട് 800 രൂപയ്ക്കും ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ക്വാളിറ്റി പോലെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ചായക്കട